ഹായ് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പോകുന്നത് കാലിക്കറ്റുള്ള ലുലു മാളിലോട്ടാണ്. നമ്മളെ കൊണ്ടാട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. ആൾ ഉഷാറായിട്ട് വണ്ടി ഓടിക്കുന്നത്. ആൾക്ക് ഹൈവേയിൽ ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോൾ ആള് പുലിയ പറക്കുന്നു, വെച്ച് കീച്ചുണ്ട്. ഇത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത് അവസാനം. ഏതായാലും ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം വീട്ടിലെപ്പോഴും ഉണ്ടാവല് കുട്ടികളൊപ്പം വൈഫ് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വണ്ടി എടുത്ത് പോകേണ്ടി വന്നാൽ മറ്റേത് അവരെ വിളിച്ച് ഇവരെ വിളിച്ച് ചിലപ്പോൾ നമ്മളെ നാട്ടിലുണ്ടാവില്ല, എടുത്തുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഒരു തന്നെയാണ്. അങ്ങനെ ഇവിടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ലുലു അല്ലേ, ഉഷാറ് ലുലു ആണ്, അടിപൊളി ലുലു ആണ്. ഞങ്ങൾ തിരൂര് ലുലു വരുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മളിവിടെ എസ്കലേറ്ററിൽ കയറാൻ പേടിയുള്ള എല്ലാ പൊടികളെയും തള്ളി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ 3rd ഫ്ലോർ വരെയുള്ളതൊക്കെ ഫുൾ എസ്കലേറ്ററിൽ തന്നെ കയറി തന്നെ എൻജോയ് ചെയ്തിട്ട് മാളിൻ്റേതായ ആ ഒരു സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ പറ്റും അവിടുന്ന്. ഏതായാലും എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഒന്ന് ചില്ലാക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിൽ പോവാണ്. മുകളിൽ കുട്ടികളെ ഫോണിന് ഒരു ഉദ്ദേശം ഉണ്ട്. അവിടെ ഗെയിം സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളെ അവിടെ ഗെയിമിൻ്റെ ഒരു വേറെ ഒരു ഏരിയ ഉണ്ട്. അവിടെ വിട്ടാൽ അവിടെ നോക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും. അവിടെ വിട്ട കുട്ടികളവിടെ കളിച്ചോളും, നമുക്ക് പർച്ചേസിങ് നടക്കും. മറ്റേത് ഈ പൊടിയാളായിട്ടുണ്ട് പർച്ചേസിങ് ഒക്കെ നടക്കുന്നത്. ആകെ കൊളാക്കും. കുറച്ച് പൈസ അവിടെ ചിലവാകുന്നുള്ളൂ. കുട്ടികൾ ഹാപ്പി അല്ലേ. പിന്നെ ഇവിടെയൊക്കെ സെപ്പറേറ്റ് പൈസകളാട്ടോ. ഓരോന്നിൽ കോയിൻസ് ആയിട്ടും കാർഡ്. അവിടെ നിന്ന് ഒരു കാർഡ് എടുക്കാം. എയർപേറ്റാണ് ഇവിടുത്തെ എല്ലാത്തിനും സ്വൈപ്പ് ചെയ്ത് പരിപാടി എത്താൻ പറ്റും. അങ്ങനെ നമ്മളൊരു കാർഡൊക്കെ എടുത്തിന് അങ്ങനെ എല്ലാത്തിലും കയറാൻ സ്വൈപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഒരുവിധമുള്ളതിലൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ഏകദേശം 2 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 5-6 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ. ടൈം പോയത് അറിഞ്ഞില്ല. അതാണ് ചെക്കനൊക്കെ കിടന്ന അറമ്മതിക്കാണ്. ഫുള്ള് വീഡിയോസൊന്നും ഇതിലിടാൻ പറ്റിയില്ല. ഏതായാലും നല്ലൊരു മാള് തന്നെയാണ്. എല്ലാത്തിനും ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് എന്നുള്ള, നമ്മൾ എന്ത് തേടിപ്പോയാലും അതവിടെ ഉണ്ട്. വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ബ്രാൻഡ് വേണ്ടവർക്ക് ബ്രാൻഡ്, ലോവർ കോസ്റ്റ് വേണ്ടവർക്ക് ആ രീതിയിൽ എല്ലാ കോസ്റ്റിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഏത് റേറ്റ്, വില കൂടുതലാണെന്ന് പറയണ്ട, വില കുറവാണെന്നും പറയാം. എല്ലാ റേറ്റുള്ള സാധനമുണ്ട്. ഈ വെറൈറ്റി ഹലുവ തന്നെ അവിടെ അത്ര ഐറ്റംസ്. നമ്മളിപ്പോൾ എന്ത് സാധനം എടുക്കാൻ പോയാലും അത്രയും വെറൈറ്റി ഉണ്ടെന്നുള്ള. ഫുഡിൻ്റെ ഒരു കോട്ടയം, ബേക്കറി ആയാലും എല്ലാ ഐറ്റംസും ഉണ്ട്. ഒന്നും ഫുള്ള് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളങ്ങനെ ക്ലോത്തിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടെ അജാതി സെലക്ഷനാണ്, കൺഫ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ. ഏതായാലും ഞങ്ങൾ പൊടിയാളെ സ്റ്റേഷനിൽ പോയി കൂട്ടിയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം പാസ്സാക്കിയിട്ട് എല്ലാ നാട്ടിലോട്ട് തിരിച്ച്. ബൈ.